നാടകം ആരംഭിക്കുകയാണ്. കൂനാങ്കുരുക്ക് നാടകാചാര്യൻ പ്രൊഫസർ എൻ കൃഷ്ണപിള്ള രചിച്ച നാടകങ്ങളിൽ ഏറെ ശ്രദ്ധേയമായ ഒരു നാടകം 1955 രചിക്കുകയും 1956 മലയാളി വിശേഷ പതിപ്പിൽ വളരെ ശ്രദ്ധയോടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത പ്രസ്തുത നാടകം കുടുംബ ബന്ധങ്ങളുടെ ശിഥിലീകരണവും സാമ്പത്തികവും ആഭിജാത്യവും ഒക്കെ ഈ നാടകത്തിലൂടെ വിവിധ കഥാപാത്രങ്ങളിലൂടെ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. പൊള്ളയായ കുടുംബ മഹിമയെ, വാശി, സ്വാർത്ഥത ഇവ മൂലം 2 കുടുംബ ബന്ധങ്ങൾ താറുമാറ് ആകുന്നതാണ് ഈ നാടകത്തിൻ്റെ പ്രമേയം. നാടക പാരായണം ആരംഭിക്കുന്നു. കൂനാങ്കുരുക്ക്. പങ്കെടുക്കുന്നവരും കഥാപാത്രങ്ങളും: പള്ളിപ്പുറം ജയകുമാർ ഗോവിന്ദൻ നായർ, ജി സുനിൽകുമാർ പ്രസാദ്, വിജയൻ അവണാകുഴി പത്മനാഭപിള്ള, റജുല മോഹൻ നാണിയമ്മ, അഡ്വക്കേറ്റ് ഗീതാമ്മ പാർവതിയമ്മ, ഡോക്ടർ സിന്ധു കമലം, അനിത ശരത് ഇന്ദിര, കൃഷ്ണവേണി ടീച്ചർ ഭവാനി, രജിത മോഹൻ തങ്കമ്മ, തങ്കമണി ശ്രീകണ്ഠൻ കാർത്തി. ഈ നാടകത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് അശോക് കുമാർ കാര്യവട്ടം. സാഹിതി സഖ്യം കോർഡിനേറ്റർ അനിൽകുമാർ കരിങ്കുളം. സാങ്കേതിക സഹായം MK ശ്രീധരൻ. ഞങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള പ്രോത്സാഹനവും മറ്റ് ഒത്താശകളും ഞങ്ങൾക്ക് ബലമായി നിൽക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ ബഹുമാന്യനായ സെക്രട്ടറി ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ സാർ, അതുപോലെ തന്നെ AO ശ്രീരാജ് സാർ തുടങ്ങി എല്ലാവരോടുമുള്ള അഗൈതവുമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ പാരായണം ആരംഭിക്കുന്നു. അനുഗ്രഹിച്ചാലും. 1-ാം രംഗം. നാട്ടുംപുറത്തുള്ള ഒരു ഇടത്തരം ഭവനത്തിലാണ് രാവിലെ സമയത്ത് കുറച്ച് സ്ത്രീകൾ 2-3 പേർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത പോട്ടിക്കൊണ്ട് മുട്ടയും ഇട്ടേച്ച് ഇനിയിപ്പം പിഞ്ഞാന്ന് പറഞ്ഞാലൊക്കുമോ നാണിയക്ക? പുറത്തേ ഒക്കുമില്ല. പൊറുക്കും. പിന്നെ ഇത്തിരി ചേതമുണ്ട് കേട്ടോ. ഈ നാണിയമ്മയുടെ കൂടെ കളിച്ചാ കളി കൊതിപെട്ടു പോവും. ചുമ്മാതാണോടി ഭവാനി പണ്ടുള്ളവര് പറഞ്ഞിട്ടുള്ളതേ, തന്നിൽ എളിയ ബന്ധത്തിനെ ചന്തമുള്ളെന്ന്. ഈ പാവ നാണിയക്കൻ കോരി കുളിച്ച് വിചാരിച്ച് വലിയടത്ത് ചെന്നൊട്ടിയ പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് കളയാന്ന്. അതിനിപ്പം കിടന്ന് പെടച്ചാലോ? പെടച്ചാലും അടച്ചാലും മുതലല്ലേ മുതല്. മോനും മോളും കൂടെ കൊണ്ടുവരില്ലേ ഇവിടുത്തെ മുതലെത്രേ? മുതലും വഴി എനിക്കേ കൂറ പേനാണടി, കൂറ പേൻ. എത്ര മുതലുണ്ടായിട്ടാണടി ഞാൻ എന്റെ ചെറുക്കനെ പഠിപ്പിച്ച് കണ്ണ് തെളിയിച്ച് വിട്ടത്. അവൻ ഇന്ന് എവിടെ ചെന്നാലാ ഇതിന്റെ അങ്ങേപ്പുറത്തുനിന്ന് ഒരു പെണ്ണിനെ കിട്ടാത്തത്? പറ. പക്ഷേ മോക്ക് ഇതിപ്പോഴും ഒരു നല്ല നായരെ കിട്ടുമോ നാണിയക്ക? അതെന്താ നാണിയക്കം പറയാഞ്ഞത്? അതൊക്കെ ഓരോരുത്തര് വരും പോവും അവനവന്റെ കാര്യത്തിന്. നീ വരുന്ന ഭവാനി, ഞാൻ പോണ്. വീട്ടിലിപ്പം കൊലപാതകമായിരിക്കും ഞാൻ ചൊല്ലാഞ്ഞ്. നിനക്ക് പിന്നെ തൊയിരമല്ലയോ? അങ്ങേര് വല്ലടവും കിടന്ന് പണം അയക്കും. നിനക്കിവിടെ ഇറങ്ങിയും കേറിയും പഞ്ചായത്ത് പറഞ്ഞ് നടക്കാം. ഞാൻ പോണേ നാണിയക്ക. ചേടാ, ഇത് നല്ല കൂത്ത്. കൊടുത്തതിനിപ്പൊ എന്ത് വന്നു പോയടി പിള്ളാരെ? നിങ്ങൾ നോക്കിക്കോളി. അവരെ ഉങ്കിന്റെ മരുന്നേ എന്റെ ഈ കാണും. എന്നാലും എടി തങ്കമ്മേ, എങ്ങനെ തോന്നി അവിടുത്തെ വല്യമ്മയ്ക്ക് കിഴവി നാണിയക്കനെ തറയും പായും കൊടുത്തേച്ച് നെളിഞ്ഞു കയറി കട്ടിമേക്കിറക്കാൻ? ഊറ്റം വരുത്താൻ ഇങ്ങനെയും ഉണ്ടോ പെണ്ണുങ്ങൾക്ക്? വന്ന് നാണിയക്ക, ഇതൊന്ന് മോൻ്റെ കൂടെ പറഞ്ഞൂടല്ലേ? അങ്ങേര് കയറി ഇല്ലാത്ത വഴക്ക് അത്രേ ഉണ്ടാക്കും. എന്തിനു ചുമ്മാ വലിപ്പിച്ചുകൊണ്ട് പോണത്? പല്ലിന്റെ അടി നാക്കപ്പെട്ട
നോവെന്ന് പറഞ്ഞിട്ട് എന്താ വിശേഷം? ഓ, പോണ വഴക്കിനി നന്നാ പോകും. അതും ഇതും പറഞ്ഞവരെ പിണക്കാനുണ്ടോ അങ്ങേര് തുനിയും? അതുമല്ല ഇവിടത്തെ പൊറുതി പറയണതിനപ്പുറം പോവുമോ പാവം? അവനെ ഞാൻ പെറ്റതാടി. അവൻ പൊറുക്കത്തില്ലേ എന്റെ കാപ്പങ്ക്. നിങ്ങൾ ആരും ഒന്നും പറയണ്ട, എനിക്ക് എന്റെ കാര്യം അറിയാം. നാണിയക്കൻ എന്നെ കൊന്നാലും പറയാനുള്ളത് പറയാതെ മാറൂല്ല ഈ ഭവാനി. ഇന്നോ ഇന്നലെ തുടങ്ങിയതാണോ നാണിയക്ക അവരിത്തരം? നിനക്ക് ഓർമ്മയല്ലേടി കാർത്തി? അന്ന് നമ്മൾ ഇവിടെ ഇല്ലായിരുന്നോ? ആ മൂത്തമ്മയും മൂപ്പിലും കൂടി ഇവിടെ വന്നപ്പം ഇവിടെ വേണ്ട ആ വാതിലെ കൂടെ കേറാൻ നേരത്ത് അയ്യോ തല മുട്ടുമല്ലോ എന്ന് വിചാരിച്ചില്ലയോ ആ പെമ്പറന്നോര്? ഊശിയാക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാടി ആ കിണ്ണാരം? ഓ, അതാണോടി ഭവാനി വലിയ കാര്യം? ഞാനും അക്കനും കൂടെ അല്ലയോ അന്ന് ആ മൂപ്പി നിനെന്തരോ ഏതൊക്കെടായി കിടന്നപ്പ അവിടെ പോയത്. അന്ന് അക്കൻ അവിടെ എങ്ങാണ്ട് വെറ്റോ തിന്നൊന്ന് തുപ്പിപ്പോയേനെ. ആ വല്യമ്മ കിടന്ന് ചാടിയ ചാട്ടം തൽക്ഷണം കഴിച്ചിരിക്കുന്നു വേലക്കാരിയെ വിളിച്ച് അവിടെ അത്രേ. അത് പറയാനെ കൊണ്ടേ മരുമോളിവിടെ വന്നയുടെ ആയിടെ എന്തൊരു പിടിപ്പാടായിരുന്നു. ആലമ്പയ്ക്ക് ഇവിടത്തെ നടപടി പിടിക്കുമോ? ശോ, മറപ്പുര ഇല്ലാഞ്ഞിട്ട് അവള് പെട്ട പാട്. തൊട്ടതിനൊക്കെ മുക്കലും മൂണലും മൂന്ന് ചിരിച്ചു പിടിച്ചും നെടുമൂച്ചുമല്ലായിരുന്നോ? ആ എല്ലാം എന്റെ കൊക്കിൽ ഒതുക്കിയിട്ടുണ്ടടി. ഞാൻ അത്രയ്ക്ക് കഴുതയൊന്നും അല്ല. ഞാൻ കോഴിക്കക്കാരെ കണ്ടുകൊണ്ടല്ല പിറന്നതും പൊലുന്നതും. ഞാൻ അങ്ങോട്ട് പോയി അയ്യോ എന്റെ മോനെയും പെണ്ണിനെയും എടുത്തോളണേന്നും പറഞ്ഞേ എരുന്നിട്ടുമില്ല. ആളും അതിന് പുറകെ ആള് വെച്ച് പാടുകിടന്നതാ ആ കൊമ്പന്മാര്. ഇപ്പം അവർക്ക് ഞങ്ങളെ വകയില്ല. ഞങ്ങൾക്ക് എന്തരോ നേടിത്തന്നൊരു തണ്ടും പൊണ്ണക്കാരിയൊക്കെയാണ്. ഇരിക്കട്ട് കാണട്ടെന്നേ, തറയി വന്നേ താളം അറിവ്. അങ്ങനെയാണൊക്കെ ഈ വലിയ ആളുകള്. പെണ്ണുങ്ങൾ ഇരുന്ന് വിളിയുമ്പം ഇറങ്ങിത്തിരിക്കും. കാറിലും വണ്ടിയിലും കയറി പാവങ്ങളുടെ ഇടയിൽ പാടുപെട്ട് പഠിച്ച തലയെടുത്ത പിള്ളേരുണ്ടോന്നും തിരക്കി വല വെച്ചരിച്ചടുത്താ പിന്നെ മാറൂല്ലയോ മട്ടുമാതിരിയും? അല്ലെങ്കിൽ പിന്നെ പറയും നാണിയക്ക അക്കന്റെ മോനെ കിട്ടാനല്ലാണ്ട് മോളെ കൊണ്ടുപോവാൻ വല്ലവരും വന്നോ? ആ, അതൊക്കെ ഓരോരുത്തര് വരും പോകും അവനോന്റെ കാര്യത്തിന്. നീ വരുന്ന ഭവാനി? ഞാൻ പോണ്. വീട്ടിലിപ്പം കൊലപാതകമായിരിക്കും ഞാൻ ചെല്ലാഞ്ഞ്. നിനക്ക് പിന്നെ തൊയിരമല്ലയോ? അങ്ങേരും എല്ലായിടവും കിടന്ന് പണം അയക്കും. നിനക്കിവിടെ ഇറങ്ങിയും കയറിയും പഞ്ചായത്ത് പറഞ്ഞ് നടക്കാം. ഞാനും പോണേ നാണിയക്ക. ഞാനുമുണ്ട് തങ്കമ്മേ. ഭവാനി വരുന്നെങ്കിൽ വരട്ടെ, നമുക്ക് പോവാം. കാശ് അയച്ചാ മതിയല്ലോ. ഞാൻ ഇവിടെ കിടന്ന് ചവിട്ടി കെട്ടണതുണ്ടോ വല്ലവർക്കും അറിയാം. ഇറങ്ങി ഞാനും വരണം. കൂട്ടാക്കണ്ട നാണിയക്ക. ഇതിന്റെ അങ്ങേപ്പുറം വന്നാലും നമ്മൾ താങ്ങണ്ടേ? ആ, താങ്ങാനും പിടിക്കാനും മറ്റുള്ളവരില്ലാതെ ഇത്രയും നാൾ ഉന്തി തള്ളി വിട്ടില്ലയോ. പിന്നെയാണ് ഇനി. അല്ല, അമ്മ തിരിച്ചെത്തിയോ? എപ്പോ വന്നു? 2 ദിവസം കഴിഞ്ഞേ വരൂ എന്നല്ലേ അമ്മ പറഞ്ഞേച്ചു പോയത്? അയ്യോ, ഒരു തേതി ആയപ്പോ മതിയായേ. എന്തോന്ന് മതിയായി? എല്ലാം. അമ്മയ്ക്ക് ഇത്ര വല്ലായ്മ എന്താ? യാത്ര കൊണ്ടായിരിക്കും എന്തോ. എന്തോ ആവട്ടെ, നീ വാ, വല്ലോ വന്ന് കഴിക്ക്. വാ. അമ്മ എന്തോ ഒളിക്കുന്നല്ലോ. പറയണം അമ്മേ, എന്താ? ഉണ്ടാക്കി വെച്ച നിനക്ക് ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ മക്കളെ? വിനയോ? എന്തോന്ന്? എന്തുണ്ടായമ്മേ? നീ ഇനി അവിടെ പോകുമ്പം നിന്റെ പെങ്ങടെ അടുത്ത് ചോദിക്ക്. അല്ലെങ്കിൽ വേണ്ട, നീ അങ്ങോട്ട് പോണ്ട കേട്ടാ. എടാ പാടേ, ഒന്നും അറിയാൻ വയ്യല്ലോ. പറഞ്ഞാൽ എന്താ അമ്മേ? എന്താ സംഭവിച്ചത്? എടാ മോനെ, ഞാൻ നിന്റെ പെങ്ങളെ ആർക്കും വിറ്റ് കളഞ്ഞിട്ടും മറ്റുമില്ല കേട്ടാ. ആര് പറഞ്ഞു വിറ്റെന്ന്? ഇത് നല്ല കൂത്ത്. അതല്ല, ഞാൻ ഇനി നിങ്ങൾക്ക് ആരും അല്ലെന്നാണ് വ്യാരോങ്കി. ഇതെന്തോന്ന് വർത്താനം അമ്മേ? കമലം വല്ലതും പറഞ്ഞോ മര്യാദ കേട്ട്? കമലത്തിനെ ഞാനാടാ വളർത്തിയത്. മര്യാദയായിട്ട് പറയാനേ ഇത്തിരി പാടുണ്ട്. പിന്നെ അവിടെ മറ്റാരെങ്കിലും വല്ലതും പറഞ്ഞോ?
മറ്റാര്? അയ്യോ, മറ്റുള്ളവര് വലിയവരല്ലയോ? അവര് വല്ലാതെ വല്ല മര്യാദ കേട്ട് പറയോ ചെയ്യോ? ഒന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. പിന്നെ ഒരു കാര്യം, മേലാല് എന്നെ ഇനി അങ്ങോട്ടൊരു കാര്യത്തിനും പോകാൻ പറയരുത്. ആ കൂട്ടർ ഇങ്ങോട്ട് വരണ്ടെന്നേ. എന്റെ മോനെ നിലപാട് ഇതൊക്കെ വേണം കേട്ടാ. എന്തിനമ്മേ, എന്തിന്? കണ്ടവർക്ക് ചവിട്ടി തേറ്റാൻ ഇട കൊടുക്കാണ്ടിരിക്കാൻ. എന്റെ ഈശ്വര, ഇതൊരു ദുരിതമായല്ലോ. എന്നിന്നി പറഞ്ഞ ഒക്കുമോ മക്കളെ? ഏഴാണ്ട ശനിക്ക് വന്ന് കുരുങ്ങി പോയില്ലയോ? അമ്മയാരോ അപമാനിച്ചെന്ന് തീർച്ച. അതാരെന്നുകൂടി അറിഞ്ഞെങ്കിൽ. അറിഞ്ഞാ ഫലമില്ലെങ്കിൽ നിനക്ക് നാളെയും പെണ്ണ് വേണ്ടേ? പെങ്ങള് വേണ്ടേ? മച്ചമ്പി വേണ്ടേ? അമ്മാവി അമ്മാവന് വേണ്ടേ? എനിക്ക് എന്റെ അമ്മ വേണം, പിന്നെ മതി മറ്റെല്ലാവരും. അമ്മ വേണമെങ്കിലാ ഞാൻ പറഞ്ഞത് എന്നെ ഒരിടത്തും കെട്ടി ഇഴക്കരുതെന്ന്. മാനം കിട്ട് എനിക്ക് ഇനി കഴിയണ്ടടാ മോനെ. ഞാന് മാനായിട്ട് തന്നെ ഇത്രയും നാള് കഴിഞ്ഞത്. മുതലിന് ഇത്തിരി തട്ടുണ്ടായിട്ട് എന്റെ മക്കളുടെയും കാര്യം കുശാലായിട്ട് നടന്നില്ലയോ ഇന്നലെ വരെ? ഇന്നല്ലേ കുറെ വയസ്സുള്ളമാരെയൊക്കെ കണ്ടത്. അമ്മയ്ക്കൊരു മാനക്കേടും വരാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കൂല. മാനക്കേടല്ലെങ്കിൽ എന്തോ നടാ മോനെ ഇതൊക്കെ? നിനക്ക് വിവരം ഉണ്ടാക്കി തന്നിട്ടില്ലയോ ഞാൻ? ഇന്നലെ രാത്രി എന്നെ തറയിൽ കിടത്തിയിട്ട് ആ തടിച്ചു കയറി കട്ടിൽ കിടന്നത്. അതും കട്ടില് വെറുതെ വേറെ കിടക്കുമ്പോ. എന്ത്? അമ്മയെ തറയിൽ കിടത്തിയോ? ഞാനും കണ്ടിട്ടുണ്ടടാ കട്ടിലും മെത്തയും മേക്കട്ടിയൊക്കെ. അതല്ല, ഞാൻ മോശക്കാറി. എന്നെ ഇടിച്ചാലും പൊടിച്ചാലും വല്ല കുഴപ്പമുണ്ടോ എന്നല്ലേ അവിടെയൊക്കെ മനസ്സിരിപ്പ്. എന്നിട്ട് അമ്മാവനും പ്രസാദും ഇത് കണ്ടില്ലേ? കമലം ഇത് അറിഞ്ഞില്ലേ? കമല അറിഞ്ഞാല് അവളെ അവിടെ ചവിട്ടി തയ്ച്ചിട്ടിരിക്കല്ലേ. പിന്നെ മറ്റവര് അവര് ഇതല്ലേ ജാതി. അത്രയ്ക്കായോ? കളി കുറെ കൂടുന്നെന്ന് എനിക്കറിയാമായിരുന്നമ്മേ. പക്ഷേ അത് ഇതുവരെ ചെല്ലുമെന്ന് ഞാൻ ഊഹിച്ചില്ല. ആട്ടെ, വഴിയുണ്ട്. ഇന്നും ഇന്നലെ തുടങ്ങിയതാണ് മക്കളെ ഈ തരവും മുറയും. ഞാൻ വല്ലോ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട? പിന്നെ ഉള്ളിക്കൊള്ളാതെ വരുമ്പോ പറയാണ്ടോക്കുവോ? എനിക്കറിയാമമ്മേ, എനിക്കറിയാം. ഞാനും കാണുന്നുണ്ട്, പലതും കേൾക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം? കമലം ഒരുത്തിയെ കരുതി, അവൾക്ക് വിമ്മിട്ടമുണ്ടാക്കിക്കൂടല്ലോ എന്ന് മാത്രം കരുതി. അല്ലെങ്കിൽ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അവളുടെ ഭാവിയെ കരുതി മാത്രമല്ലേ അമ്മേ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാൻ നാം ഒരുങ്ങിയത്. ആ സ്ഥിതിക്കിനി. അയ്യോ എന്റെ പൊന്നെ, അവള് പെടണ ആരും പാടൊന്നും പറയണ്ട മക്കളെ. വീട്ടിൽ നിൽക്കണ വേലക്കാരിക്ക് ഇതിലും സുഖമുണ്ട്. പറയണ കുത്തുവാക്ക് അത്രയും കേക്കണം. വീട്ടിലുള്ളവരെ പഴി പറയണ അത്രയും സഹിക്കണം. മൂപ്പിലടെ ആ തടിച്ചിടും ഇഞ്ചിറ തുള്ളണം. എന്റെ ദേവി, ഇവിടുത്തെ പോറിയൊക്കെ അറിയാ വെച്ചിരിക്കണ പോലെയാണ് എന്റെ കൊച്ചിനെ അവിടെ കരുതണത്. എന്നിട്ട് അവിടെ ആ ഒരു പടുവിഠിയുണ്ട്. അയാൾക്കുണ്ടോ ഇത് വല്ലത് നോട്ടം? അയാൾക്ക് അങ്ങനെ പ്രഭുവായി നടക്കണം. എപ്പോഴും അയാൾക്ക് എന്റെ ശമ്പളം അയാളുടെ വരവിന്റെ കാൽ പങ്കില്ലെന്ന് കണ്ടവന്റെ കൂടെയും കമലത്തിന്റെ കൂടെയും പറഞ്ഞ് ഞെളിയുന്നതാണ് തൊഴിൽ. ഞാനൊന്ന് തീരുമാനിച്ചിരിക്കുകയാണമ്മേ. അമ്മയ്ക്ക് എന്താണ് അഭിപ്രായമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മക്കളെ, ഏതിലും നിന്റെ അഭിപ്രായം ഉണ്ടാതെ എന്തെങ്കിലും ഉണ്ടായി ഈ തള്ളക്കിഴവിക്ക്? അതിരിക്കട്ട്, എന്തരാണ് നീ നിരൂപിച്ച കാര്യം? കമലമിങ്ങ് പോരട്ടമ്മേ. അവൾ ദുഃഖിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്കിനി സാധ്യമല്ല. ആ പ്രസാദിന് മനസ്സുണ്ടെങ്കിൽ അയാളും കൂടി ഇവിടെ വന്ന് താമസിക്കട്ടെ. അതിന് വയ്യെങ്കിൽ അയാൾ ആ നശിച്ച വീട്ടിൽ നിന്ന് മാറി രണ്ടുപേരും പ്രത്യേകമായി താമസിക്കാൻ ഒരുങ്ങട്ടെ. രണ്ടിലൊന്നേ നടക്കൂ മേലാൽ. ഇതൊന്നും നടക്കണ പണിയല്ല മോനെ. അയാള് വരാൻ പോവുക ഇവിടെ താമസിക്കാൻ. അയ്യോ, വല്ലപ്പോഴും ഒന്ന് വന്നാലാ അരനാഴിക കാലി മരുന്നും തെച്ചോണ്ടല്ലേ അയാള് നിക്കണത്. പിന്നെ പ്രത്യേകം വാർക്കാൻ അങ്ങ് വിട്ട് കളയണവരാണ് അയാളെ തന്തയും തള്ളയും കേക്കട്ട്. അപ്പോൾ അവൾ ഇപ്പോഴത്തെ പോലെ നരകിച്ചവിടെ കഴിയട്ടെന്നാണോ അമ്മ പറയുന്നത്? ഞാനാ നായരും നാച്ചി ആരും ഇല്ലെങ്കിലും എന്റെ കൊച്ചിന്
മനസ്സിനൊരു തണുവെന്നെങ്കിൽ മതിയായിരുന്നേ എന്റെ പൊന്നു ദേവി. അവൾക്കത് വേണമെങ്കിൽ കിട്ടുമമ്മേ. വേണ്ടെങ്കിൽ അങ്ങനെ വിചാരിക്കുമോ അവൾ? ഏയ്, എനിക്ക് തോന്നുന്നില്ല. വരും പോലെ വരട്ടെ. ഏതായാലും ഇനിയൊന്നും തട്ടിപ്പൊത്തിക്കൊണ്ട് നടക്കാൻ ഞാൻ ഒരുക്കമില്ലമ്മേ. രംഗൻ 2. പത്മനാഭപിള്ളയുടെ ഭവനം. പത്മനാഭപിള്ളയുടെ ഭാര്യ പാർവതിയമ്മയും മകന്റെ ഭാര്യയായ കമലവുമാണ് സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അയ്യാ, എന്തോന്ന് കണ്ടാടി നീ ഇത്ര ഞെളിയുന്നത്? അട്ടിപ്പിടിച്ച് മെത്തേക്കിടത്തിന്ന് കേട്ടിട്ടേ ഉള്ളൂ, കണ്ടത് ഇപ്പൊ തന്നെ. വല്ല പൊട്ടക്കുളത്തിലും കിടന്ന അട്ടയെ മെത്തപ്പുറത്താക്കാൻ ആര് പറഞ്ഞു? ഞങ്ങൾക്ക് ആ സൗജന്യം തോന്നിയതിന്റെ നന്ദിയാണോ ഡി നീ എന്റെ അടുത്ത് കാണിക്കണേ? നല്ല സൗജന്യം. എന്റെ അണ്ണനെ കിട്ടാൻ കാണിച്ച സൗജന്യം തന്നല്ലോ. അതൊന്നും അധികം പറയാത്തതാ നല്ലത്. അണ്ണനെ കിട്ടിയിടമേ നിനക്ക് പൊക്കി പറയാൻ തോന്നും. ഒരണ്ണനും അണ്ണിയും കൂടി 1.5 ലക്ഷം ചുളിവി തട്ടി എടുത്തതോ? സാരമില്ല, കഷ്ടം തോന്നില്ല നിനക്ക് ഈ ഡീക്ക് പറയാൻ. ഞങ്ങൾക്ക് നിങ്ങളുടെ മുതലും വകയും ഒന്നും വേണ്ടെങ്കിലോ? ദൈവം സഹായിച്ച് നിങ്ങളുടെ ഒന്നും ഒന്നരയും ഇല്ലാതെ കഴിയാൻ ഞങ്ങൾക്കിന്നുണ്ട്. ഉണ്ട്. കയറി കിടക്കാൻ ഒരു ചെറ്റപ്പുരയും 10 മൂട് തെങ്ങും. പിന്നെ അയാൾക്ക് 5 ചക്രം സർക്കാരിൽ നിന്ന് കിട്ടണതല്ലയോ നിന്റെയൊക്കെ വിലയില്ലാത്ത സ്വത്ത്. എന്തിനുണ്ടടി ആ 1.5 ചക്രം? നിന്നെ കെട്ടി വലിച്ച് ഇങ്ങോട്ട് കേറ്റായിരുന്നു കാണായിരുന്നു. 1.5 ചക്രവും മുന്തി കെട്ടി വെച്ചോണ്ട് തീണ്ടാടണ. അന്ന് ആരും സഹായിക്കണമെന്ന് പറഞ്ഞ് ഈ പഠിക്കൽ വരില്ലായിരുന്നു. ഇനിയിപ്പൊ അങ്ങ് പറഞ്ഞു കളയാമല്ലോ. ഒരു കുടുംബം മുഴുവനും പച്ചപിടിച്ചു പോയല്ലോ ഞങ്ങളെ കൊണ്ട്. ഇതിന് ഇത്രയും നഷ്ടപ്പെടേണ്ടി വന്നതോ എന്റെ കുട്ടപ്പനും ഇന്നിരിക്കും. എന്നാലാ വിചാര അല്പമെങ്കിലും ഉണ്ടോ നിനക്ക് നിന്റെ അണ്ണാർക്കണ്ണന്? ഞങ്ങളുടെ വീട് പുലരാൻ ഒരുത്തന്റെയും കാല് പിടിക്കണ്ട. ഇന്നലെയും ഇന്നും നിന്നെ ഇവിടെ സുഖമായിട്ട് പൊറിപ്പിച്ചിരിക്കണതെങ്കിലും ഓർമ്മയില്ലേ നിനക്ക്? ഉണ്ട ചോറിന് നന്ദിയില്ലാത്ത പരീക്ഷ. എനിക്ക് പകരം ഒരുത്തി അവിടെയും പൊറപ്പിക്കുന്നുണ്ട്. കമ്പനിക്ക് കൈനഷ്ടമൊന്നുമില്ല. ഓ ഉണ്ട്. അവൾ ആ ഇണ്ടിടിക്കില് പൊറിപ്പിച്ചിരിക്കണോന്നും പറയണ്ട. അവൾക്ക് ഇവിടെ കിട്ടുന്ന സുഖത്തില് 7 പങ്കുണ്ടോ നിന്റെ കൊട്ടണം പിടിച്ച നാട്ടില്, മൂദേവി നിറഞ്ഞ ആ വീട്ടില്? പത്മനാഭപിള്ള പ്രവേശിച്ചു. മൂദേവി നിറഞ്ഞെടുത്ത് എപ്പോഴും ഇങ്ങനെ തന്നെ, ശണ്ടയും വഴക്കും. ഒരു സ്വൈരവുമില്ല വയസ്സുകാലത്ത് സ്വൈരം വേണമെങ്കിലേ ബോധമുള്ള കാലത്ത് മണ്ടത്തരം കാണിക്കരുത്. ആര് പറഞ്ഞെന്ന് ഈ ഇടകുടം ഉണ്ടാക്കി വെക്കേ? അപ്പുറത്ത് പോയി ആ 4 പാമ്പര വെള്ളം ചൂടാറിയോ എന്ന് നോക്ക്. എടി പാർവതി, നീ എന്തിനാടി എപ്പോഴും കഥയില്ലാത്ത വർത്തമാനത്തിന് പോണത് ഈ പെണ്ണിൻ്റെ അടുത്ത്? അവള് പഠിച്ചതല്ലേ പാടൂ. ആ പാട്ട് കേൾക്കാൻ മറ്റുള്ളവർക്ക് മനസ്സില്ലെങ്കിലോ? നിന്റെ മോടും മട്ടും മാതിരിയും അവളുടെ അമ്മായിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? എന്റെ മോള് വിവരം കെട്ടവളല്ല കേട്ടോ. ഒരാള് മാത്രം അങ്ങനെ ആയാലും വിശേഷം. ആ പെമ്പറന്നൂര് മതിയല്ലോ ഏത് ലഹളയ്ക്കും. ഇന്നാള് തന്നെ ഇവിടുന്ന് ഒരു കാര്യവുമില്ലാതെ പിണങ്ങിച്ചാടി ഓടിയത് കണ്ടില്ലേ? ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കണ്ടിട്ടില്ലാത്തവര് പിണങ്ങിയാലെന്ത്, ഓടിച്ചാടി പോയാലെന്ത്? ഇതെല്ലാം കൺമേടി ഉണ്ടല്ലയോ. ഇവിടെ വന്ന് മനുഷ്യരെ പോലെ ചിലര് കഴിയണത് കാണുമ്പോൾ തുടങ്ങും അവർക്കൊരു ഇളക്കം. പത്മനാഭപിള്ളയുടെ മകൻ, ഇളയ മകനാണ് പ്രസാദ് പ്രവേശി. എന്താ കുട്ടപ്പ, നീ ആ പറമ്പിൽ കൂടെ അല്ലേ വരുന്നത്? ആ ജോലിക്കാർ കള്ളമടിച്ച് നിൽക്കുന്നോ അതോ? ഞാൻ നോക്കിയില്ല അച്ഛാ, അവരവിടെ കാണുമായിരിക്കും. നീ ഇങ്ങനെ ഒന്നും കണ്ടില്ല കേട്ടില്ലെന്ന് പറഞ്ഞ് നടന്നാലേ ഒടുക്ക ആണുങ്ങൾ കാര്യം കാണും, നിന്റെ കാര്യം കുന്തവുമാവും. എന്റെ കണ്ണു മറഞ്ഞാലേ. അന്ന് മരുമോൻ കാണുമല്ലോ ഏതിനും. അയാളെപ്പോലെ ഞാൻ വിചാരിച്ചാൽ വല്ലതും നടക്കുമോ? കൂടിയ ഉദ്യോഗസ്ഥൻ, പഠിത്തക്കാരൻ, ജനസമ്മതൻ, വലിയ ആളല്ലേ. എങ്ങനെ വന്നാലും മുതലെങ്ങും പോവില്ലല്ലോ. എന്നാലും കരുതൽ വേണം. അതാ ഞാൻ പറയുന്നത്, കണ്ടും കേട്ടും പെരുമാറണമെന്ന്. തന്തയുടെയും മോന്റെയും കാര്യം എനിക്ക് അറിഞ്ഞിട്ട് എന്തോ വേണം. എങ്കിലത് കേൾക്കണ്ട. മരുമോന്റെ കാര്യം പറയാം. അത് കേൾക്കാൻ രസമില്ലേ അമ്മയ്ക്ക്?
അല്പം കേൾക്കണം. അയാൾക്ക് ഈയിടെ നമ്മെപ്പറ്റിയെല്ലാം എന്തു മനസ്താപമാണെന്നോ. ഞാൻ കഥയില്ലാതെ വീട്ടിൽ കുത്തിയിരുന്ന് ആയുസ് പാഴാക്കി കളയുന്നു പോലും. അമ്മയും അച്ഛനും എന്നെ ലാളിച്ച് ലാളിച്ച് വഷളാക്കി കളഞ്ഞു പോലും. അയാളുടെയും പെങ്ങളുടെയും കഷ്ടകാലത്തിന് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായി പോയതാണ് പോലും. അങ്ങനെ പറഞ്ഞു അയാൾ. അതൊന്നും പറയില്ല. പറയൂല അയാളെ പറയൂ. ആ മൂത്തമ്മയും മോളും മറ്റത്തൊന്നാ പറയുന്നത്. അയാൾ ഒരുത്തൻ കൊടികിട്ടി ഉദ്യോഗസ്ഥനായി പോയതുകൊണ്ട് ഇനി മറ്റാർക്കും ഉയരം കൊണ്ട് നടക്കണ്ട. അല്പജാതിക്ക് ഐശ്വര്യം വന്നാ കൊട പിടിക്കണത് എപ്പോഴാ? നന്നായി വരുന്ന കൊച്ചനാണല്ലോ എന്ന് കരുതി ഞാൻ പിടിച്ച് വീട്ടിൽ കയറ്റിയതിന് ഇപ്പോൾ തിരിഞ്ഞായ കുത്ത്. നീ ഇതെങ്ങനെ അറിഞ്ഞു കുട്ടപ്പാ? അറിയാൻ വല്ലപ്പോഴും വീട്ടിൽ നിന്ന് വെളിയിറങ്ങുന്നവർക്കല്ലേ ഒക്കൂ. അയാൾ ഈ നാടത്രയും അടിച്ചു പരത്തിയിരിക്കുകയല്ലേ. എങ്ങനെയോ തപ്പിത്തടഞ്ഞു പിടിച്ച് 4 ചക്രം തികച്ചു കാണാൻ തുടങ്ങുമ്പോ ഓരോരുത്തരുടെ തണ്ടും വലിയ കാര്യവും നോക്കണേ. ഇതെല്ലാം കേട്ടുകൊണ്ട് ഗോവിന്ദൻ നായർ പ്രവേശിക്കുന്നു. തക്ക സമയത്ത് ഗോവിന്ദൻ നായരും എത്തി. ചോദിച്ച് മനസ്സിലാക്കാമല്ലോ അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ. പഠിപ്പുള്ളവനല്ലേ, വിവരമുള്ളവനല്ലേ. ഇതെന്ത് നേരം പോക്ക്! പഠിപ്പിന്റെയും വിവരത്തിന്റെയും കാര്യം ഇവിടെ പറയാൻ എന്തുണ്ടായി? അല്ല, മറ്റൊന്നുമല്ല. നിങ്ങൾക്ക് എന്തോന്നാ കഷ്ടകാലം വന്നെന്നോ അങ്ങനെ ഞങ്ങളുടെ കൂടെ വന്ന് ചേർന്നെന്നോ ഒക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കേട്ടു. അത് നേരാണെങ്കിൽ കാര്യം കുറെ നേരാണ്. പക്ഷേ പറഞ്ഞോണ്ട് നടക്കാൻ എനിക്ക് നേരമില്ല. അതെനിക്ക് ഇഷ്ടവുമില്ല. എന്തോന്ന് കൈ നിങ്ങൾ പറഞ്ഞത്? കഷ്ടകാലമോ നേരെന്നോ? പറഞ്ഞോണ്ട് നടക്കാതെ പിന്നെ ആളുകൾ സ്വപ്നം കണ്ടോ? നിങ്ങളുടെ വീട്ടുകാർക്ക് സ്വപ്നം കാണാനൊക്കുമോ ഇങ്ങനെ ഒരു ബന്ധം? സ്വപ്നം കണ്ടത് ഞാനല്ല, ഞങ്ങളാരുമല്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്റെ മുമ്പിലിരുന്ന് സത്യം മറച്ചുവെച്ച് എന്റെ മേത്ത് ചാടി വീഴുന്ന അമ്മാവൻ തന്നെയാണ്. അതിന് സാക്ഷികൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അതിരിക്കട്ടെ, ഇത്രയേ ഉള്ളോ ചോദിക്കാനും അറിയാനും? ഓ, ഇങ്ങനെ നിഷേധം പറയുന്നതിനെല്ലാം വീട്ടിൽ കയറ്റി. ഭഗവാനേ, ഞാൻ തൊഴിലൊന്നുമില്ലാതെ വീട്ടിലിരിക്കുന്നെന്നും എന്നെ ലാളിച്ച് ലാളിച്ച് വഷളാക്കി കളഞ്ഞെന്നും താൻ പറഞ്ഞില്ലേ? മുക്കിലും മൂലയിലും വരുന്ന. അതെ, കാര്യം രണ്ടും സത്യമാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് കേട്ടവരാരും കാണുകയില്ല. ആ, ഞങ്ങൾ അവനെ ഇത്തിരി ലാളിച്ചെന്ന് വെച്ച് തനിക്ക് എന്ത് നഷ്ടം വന്നുപോയി? തനിക്കത് പറയാൻ എന്ത് അവകാശം? പറയാൻ അവകാശം വന്നുപോയി. പറയേണ്ടത് കടമയുമായി പോയി. വാസ്തവത്തിൽ അത് മുഖത്ത് നോക്കി പറയാനാണ് ഞാനിപ്പോ ഇവിടെ വന്നത്. പഠിത്തക്കാരനെന്നും ഉദ്യോഗസ്ഥനെന്നും കരുതി മറ്റുള്ളവരെ ഗുണദോഷിക്കാൻ നടന്നാലുണ്ടല്ലോ, അത് ചീത്തയാണ്, പറഞ്ഞേക്കാം. നിങ്ങളെ ഗുണദോഷിക്കാനല്ല ഹേ, എന്റെ ആവശ്യം അറിയിക്കാനാണ് ഞാൻ വന്നത്. നിങ്ങൾ ഇത്രയും നാളിനകം 1000 തവണ ഞാൻ പഠിച്ചുപോയെന്ന കുറ്റം എന്റെ പേരിൽ ചുമത്തിയിട്ടുണ്ട്. സത്യമായതുകൊണ്ട് എനിക്ക് പരാതിയില്ല. അസൂയയും വിമ്മിട്ടവും കൊണ്ട് പറയുന്നത് കേൾക്കാൻ എനിക്ക് വിഷമവുമില്ല. കുട്ടപ്പന്റെ ഓല വെട്ടി വിറ്റാല് തന്റെ ശമ്പളത്തിൽ കൂടുതൽ കിട്ടും കേട്ടോ. കിട്ടിക്കോട്ടെ അമ്മാവി, കിട്ടിക്കോട്ടെ. എനിക്ക് വല്ലായ്മയില്ല. പക്ഷേ എനിക്കൊരു പെങ്ങൾ ഇവിടെയുണ്ട്. അവളെ ഇനി നിങ്ങളുടെ കുത്തുമിടിയും കൊള്ളിക്കാൻ, ആട്ടും തുപ്പും താങ്ങാൻ ഇവിടെ നിർത്തുകയില്ല ഞാൻ. അവൾ ഒന്നുകിൽ അവളുടെ ഭർത്താവുമൊത്ത് വേറെ താമസിക്കണം, അയാൾ അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കണം. അല്ലെങ്കിൽ അവൾ അവളുടെ വീട്ടിൽ ഭർത്താവിന് മനസ്സുണ്ടെങ്കിൽ അയാളോട് കൂടി കഴിയണം. അയാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അവൾ തനിച്ച്. തന്റെ ഭ്രാന്ത് കേൾക്കാൻ ഇവിടെ ആളില്ലെന്നോർത്ത് സംസാരിക്കണം. ഞാനും എന്റെ ഭാര്യയും തന്റെ ഇഷ്ടം പോലെ ജീവിക്കാനല്ല പോകുന്നത്. ഉത്തരവാദിത്തമില്ലാത്തവന്റെ ഭാര്യയായിട്ട് എന്റെ പെങ്ങൾ ഇനി പൊറുക്കുകയില്ല. ഭർത്താവില്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ. തന്നെ പോലെ മടത്തരമില്ല തന്റെ പെങ്ങൾക്ക്. അത് നമുക്ക് കണ്ടറിയാം. ഇപ്പൊ സംസാരിക്കണ്ട. കണ്ടറിയാൻ എന്തോന്നിരിക്കുന്നു പോകുന്നവരെ? നിങ്ങൾ എന്തു ചെയ്യും? അവൾ ഇവിടെ തന്നെ പൊറുക്കും. അത് അവളും ഞാനും എന്റെ അമ്മയും തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോ ഞങ്ങൾ പറഞ്ഞാൽ അവൾ കേൾക്കുകയില്ലേ? വിഡ്ഢിത്തരം ആർക്കും പറയാമല്ലോ. പറഞ്ഞോ താനും കുറെ. അവൾ കേൾക്കുമായിരുന്നു. കേട്ടില്ലെങ്കിൽ ഞാൻ അവളെ കുറ്റപ്പെടുത്തുമായിരുന്നു. നിങ്ങൾ അല്പം മനുഷ്യത്വത്തോട് അവളോട് പെരുമാറിയിരുന്നെങ്കിൽ. താൻ തന്നെ പാട് നോക്കി പോണം. പിച്ചു പറയാതെ
കണ്ടവന്മാരുടെ മൂക്ക് വിയർക്കുന്നത് കാണേണ്ട ആവശ്യം കോഴിക്കക്കാർക്ക് വന്നിട്ടില്ല ഗോവിന്ദൻ നായര്. നേരെ തിരിച്ചും അങ്ങനെ തന്നെയെന്ന് വിചാരിച്ചാ മതി. ഞാൻ ഇറങ്ങുകയാണ്. പറയാനുള്ളത് പറഞ്ഞു. ഒരു മാസത്തിനകം രണ്ടിലൊന്നറിയണം. ഇല്ലാത്ത പക്ഷം അപ്പൊ കണ്ടതുപോലെ. ഓ, എന്തെല്ലാം മുടി വിനാശമോ ഈശ്വരാ. ആണും പെണ്ണും കെട്ടവരുടെ കൂടെ ചെന്നെടുത്ത് നാറാനുള്ളതല്ല, നാറി നാണം കെട്ടേച്ച്. അമ്മ കുലുങ്ങാതിരിക്കണം അമ്മേ. കമലം ഞാൻ പറയുന്നതിനപ്പുറം പോവില്ല. പിന്നെ യവനൊരുത്തൻ കിടന്ന് തുള്ളിയാൽ. എടാ കുട്ടപ്പ, കാര്യം നീ വിചാരിക്കുന്നത് പോലെ എളുപ്പമാണോ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. കുരുക്ക് അങ്ങേയറ്റത്തും ഇല്ലേ? നമ്മുടെ പെങ്കൊച്ച് അവന്റെ കയ്യിലകപ്പെട്ടു പോയില്ലേ? അവനുമില്ലേ പിടിക്കാൻ ഒരു വള്ളി? അയ്യോ, അതുള്ളതാണ്. എന്റെ കൊച്ചിനിട്ട് കട്ടപ്പെടുത്തിയാലോ ആ കൂട്ടരെ. ആ കെടുമ്പി മൂത്തമ്മ വേന്തിരനല്ലയോ ആള്. എന്തായാലും നാണം കെട്ടവന്റെ മുമ്പിൽ തല കുനിക്കാൻ ഒക്കുമോ അമ്മേ? അതിൽ ഭേദം ചത്ത് കളയുകയില്ലേ? എന്തോ ഏതോ. രംഗം 3. ഗോവിന്ദൻ നായരുടെ വീട്. മുൻ രംഗത്തിൽ പത്മനാഭപിള്ളയുടെ വീട്ടിൽ കണ്ട കമലം സ്വന്തം വീട്ടിലേക്ക് പോന്നിരിക്കുകയാണ്. ഭർത്താവും മറ്റുള്ളവരും അറിയാതെ സഹോദരനുമൊത്താണ് വന്നിരിക്കുന്നത്. അവളെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോകാൻ ഭർത്താവ് വന്നിരിക്കുന്നു. കമലവും പ്രസാദും തമ്മിലുള്ള സംഭാഷണത്തിലേക്ക് നമ്മൾ കടക്കുന്നു. നീ ഇനി കൂടുതലൊന്നും പറയണ്ട. ഞാൻ എല്ലാം ക്ഷമിക്കാം. നീ എന്റെ കൂടെ ഇപ്പോൾ വരുമെങ്കിൽ. ഞാൻ പറഞ്ഞതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. നാളെ ദുഃഖിക്കാനിടവരുത്താതെ വരുന്നതാണ് നിനക്ക് നല്ലത്. ഇന്ന് അണ്ണനും കണ്ണനും ഒക്കെ കാണും. നാളെ നീ ഒരുത്തിയെ കാണൂ എന്ന് സൂക്ഷിച്ചു പെരുമാറിക്കൊള്ളാം. എന്തു വന്നാലും ഞാൻ അനുഭവിച്ചോളാം. അണ്ണൻ പറയാതെ ഞാൻ വരൂല. ഞാൻ വന്നൂടാ. നിന്നോട് അല്പവും സ്നേഹമോ വാത്സല്യമോ ഇല്ലാത്ത ആ വിവരം കെട്ടവൻ പറയുന്നതാണ് നിനക്ക് വലിയ കാര്യം. നിന്നെ ഇത്ര നാളും സംരക്ഷിച്ച് നാളെയും നിനക്കുതകുന്ന ഞാൻ പറയുന്നതല്ല അല്ലേ? ഇത്രയും മര്യാദയും സ്നേഹവും ഇല്ലാത്തവളായി പോയല്ലോ നീ. എനിക്ക് എന്റെ അണ്ണനാണ് ആരിലും വലുത്. എനിക്ക് മാത്രമല്ല, എന്റെ വീട്ടുകാർക്ക്, ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും. അണ്ണനെ മറുത്ത് ഞങ്ങൾ ആരും ഒന്നും ചെയ്യൂല. നിന്നെ എല്ലാം ഊപ്പിടി കാണിച്ച് ആ കൊള്ളരുതാത്തവൻ മയക്കിയതാണ് കമലം. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ആ കള്ളൻ നിന്നെ മോഷ്ടിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് അവിടുന്ന് പൊയ്ക്കളയണമെന്ന്? പലപ്പോഴും, എന്നല്ല എല്ലായ്പ്പോഴും. അണ്ണനും അമ്മയ്ക്കും വിരോധമാവുമോ എന്ന് പേടിച്ചു മാത്രം ഞാൻ പോന്നില്ലെന്നേ ഉള്ളൂ. അതിന് കാരണം എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ? സ്നേഹമില്ലാഞ്ഞിട്ടല്ല, വിരോധമുണ്ടായിട്ടുമല്ല. പിന്നെ നീ എന്തു പറയാനാ ഭാവം? എന്നോട് ഒരുത്തർക്ക് സ്നേഹമില്ലെന്നറിഞ്ഞിട്ട് അതുപോരെ. അത്രയും അറിഞ്ഞാൽ പിന്നെ ആർക്ക് തോന്നും അങ്ങനെയുള്ളവരുടെ കൂടെ കഴിയാൻ? ഇതത്രയും ആ ദ്രോഹി നിന്നെ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുകയില്ലേ? നീ ഇത് പറയുന്നതിൽ എനിക്ക് അത്ഭുതമില്ല. എന്നെ രക്ഷിക്കാൻ, എന്നോട് കരുണ കാണിക്കാൻ ഒരു ജീവി വീട്ടിലുണ്ടോ? പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കണം അവിടെ? അപ്പോ ഇത്രയും കാലം നിന്നെ ദ്രോഹിക്കുകയായിരുന്നു ഞങ്ങൾ. ഇനി എനിക്ക് അക്ഷരം കേൾക്കേണ്ട കാര്യം. നീ വരുന്നോ ഇല്ലയോ എന്ന് അവസാനമായി പറഞ്ഞാൽ മതി. ഞാൻ വരും. നാം ഒന്നിച്ച് താമസിക്കും, സുഖമായി കഴിയും. അണ്ണൻ പറഞ്ഞതുപോലെ പ്രത്യേകം താമസിക്കാമെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ പശുവും കാളയും പോലെ അവിടെ കഴിഞ്ഞുകൂടാൻ ഇനി എനിക്ക് വയ്യ. എന്ത് വേണമെന്നാ നീ പറഞ്ഞത്? അയാളുടെ ഉത്തരവനുസരിച്ച് ഞാൻ എന്റെ വീടും വീട്ടുകാരെയും എല്ലാം വെറുപ്പിച്ച് കഴിയണമെന്നോ? ധിക്കാരം പോകുന്ന പോക്കെ. അല്ലെങ്കിൽ ഇവിടെ വന്ന് താമസിച്ചാൽ മതിയല്ലോ. അതാണ് മറ്റൊരു കൽപ്പന. എടി പിച്ചു പിടിച്ച പെണ്ണെ, നിനക്കും നിന്റെ കൂട്ടർക്കും അവൻ ഈശ്വരനാണെങ്കിൽ തലയിലെടുത്തോണ്ട് നടന്നോ? മറ്റുള്ളവർ കൂടി ആ തണ്ടുകാരന്റെ പാവയാവുമെന്ന് കരുതി കളയരുത്. നല്ലത് ആരു പറഞ്ഞാലും കേട്ടൂടെ? നമുക്ക് രണ്ടുപേർക്കും നല്ല കാര്യമേ അണ്ണൻ പറയുന്നുള്ളൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിന്റെ ഉറപ്പ്? ആ വഞ്ചകൻ എങ്ങനെയും നിന്നെ നശിപ്പിച്ചേ അടങ്ങും.
അവന്റെ വാശിയും വൈരാഗ്യവും സാധിക്കാൻ. അതിനല്ലേ കള്ളന്മാരെ പോലെ പതുങ്ങി വന്ന് ആരും അറിയാതെ നിന്നെയും കൊണ്ട് കടന്നത്. വാശിയും വൈരാഗ്യവും കൊണ്ടാണല്ലോ ഇന്ന് തന്നെ എന്നെ കൊണ്ടുപോകാൻ ഇപ്പറയുന്ന ആൾ ഇവിടെ വന്നതും ഇത്രയും സംസാരിച്ചതും. അപ്പോൾ പിന്നെ ആരെ കുറ്റം പറയാനാ? വാക്കിനു വാക്കു പറഞ്ഞാ പോരടി, പറയുന്നത് കാര്യമാണോ എന്ന് കൂടി നോക്കണം. എടി, ഇന്ന് നിന്റെ കണ്ണന്റെ കണ്ണടഞ്ഞാൽ എന്റെ പെങ്ങൾ വഴിയാധാരമാവൂല കേട്ടോ. തെണ്ടുന്നത് പിന്നെ നീയാണ്. എന്റെ അണ്ണന് 4 കാശുണ്ടാവും മുമ്പും ജീവിച്ചല്ലോ ഞങ്ങള്. പിന്നെ പേടിച്ചിട്ട് എന്ത് കാര്യം? നിനക്ക് കുറച്ച് പിഴച്ച തന്റെ ഇടമുണ്ടെന്ന് എനിക്കറിയാം. അതറിയാവുന്നവർക്ക് മുറ്റി മുതുക്കടിച്ച കുറെ തണ്ടും പൊണ്ണക്കാര്യവും സ്വന്തമായിട്ടുണ്ടെന്ന് അറിയാനും വയ്യ. ഗോവിന്ദൻ നായർ പ്രസാദ്? പ്രവേശിക്കും. എന്താ പ്രസാദ്, എപ്പോ വന്നു? മനസ്സായപ്പോ. അറിഞ്ഞിട്ട കാര്യം? ഏയ്, ഒന്നുമില്ല. വീട്ടിൽ വരുന്നവരെ പറ്റി അങ്ങനെ ചിലത് ചോദിക്കേണ്ടത് മര്യാദയല്ലേ പ്രസാദ്? ഹോ, വലിയ മര്യാദക്കാരൻ. പെണ്ണുങ്ങളെ മോഷ്ടിക്കാൻ നടക്കുന്നവന്റെ മര്യാദ. ഹോ, അതെന്റെ തൊഴിലല്ല, കർത്തവ്യമായിട്ട് വന്നു, ചെയ്തു. ആണുങ്ങൾക്കെടുത്ത പ്രവൃത്തിയാണോ ഹേ താൻ ചെയ്തത്? ആണല്ലാത്ത ഭർത്താക്കന്മാർക്ക് പെങ്ങന്മാരെ പിടിച്ചു കൊടുക്കേണ്ടി വന്നാൽ ആങ്ങളമാർക്ക് ചിലപ്പോൾ ആണുങ്ങൾക്ക് അടുക്കാത്തതും ചെയ്യേണ്ടി വരും. മറ്റുള്ളവരും തന്നെ പോലെ തുനിഞ്ഞിരുന്നെങ്കിൽ കാണാമായിരുന്നു. എന്താ തുനിയാത്തത്? പറഞ്ഞു നോക്കണം നിങ്ങളുടെ പെങ്ങളോട് ഇതിന് പകരം ചെയ്യാൻ. നടക്കാത്ത കാര്യമാണെന്നൊന്നും കരുതി കളയരുത്. ഏയ്, അങ്ങനെ തെറ്റിദ്ധാരണയൊന്നുമില്ല പ്രസാദേ. പക്ഷേ അവൾക്ക് ഞാനൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. അവളുടെ തന്തയ്ക്കും തള്ളയ്ക്കും പറയാൻ മറ്റുള്ളവർ തയ്യാറായിട്ടില്ല. അവളുടെ ഹാർമോണിയെപ്പറ്റി എന്റെ അമ്മ തീയിലിട്ട് ചുട്ടിട്ടില്ല. അവൾ വെളുത്ത മുണ്ടുടുക്കുന്നതിന് ഇവിടെ ആരും കളിയാക്കാറില്ല. അവളുടെ അമ്മയെ തറയിൽ കിടത്തിയേച്ച് എന്റെ അമ്മ കട്ടിലിൽ കിടന്നിട്ടില്ല. ചോദിച്ചു നോക്കണം, എന്റെ അടുത്ത് കളിച്ചാലുണ്ടല്ലോ. ഊശിയാക്കാനാണോ ഹേ താൻ കച്ചകെട്ടിയിരിക്കുന്നത്? അതിന് മറ്റു വല്ലവരെ നോക്കിക്കൊള്ളാം. എന്റെ അടുത്ത് കളിച്ചാലുണ്ടല്ലോ. ഏയ്, ഒരു കുഴപ്പവുമില്ല. അപ്പൊ പിന്നെ വന്ന കാര്യം കമലത്തിനെ കൊണ്ടുപോകാനല്ലേ? വളരെ സന്തോഷം. അവൾക്ക് സമ്മതമാണെങ്കിൽ കൂട്ടിക്കൊണ്ടു പോകണം. അവൾ താൻ പറയുന്നതേ കേൾക്കൂ എന്നുള്ള ഹുങ്കല്ലേ ഇത്? അതൊന്നുമല്ല പ്രസാദേ, അവളും കുറച്ചേറെ അനുഭവിച്ചവളല്ലേ. കല്ലും നെല്ലും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലേ അവൾക്കും? അവൾ അറിഞ്ഞതും വച്ചോണ്ടിരുന്നോട്ട് ഇവിടെ. ബുദ്ധിയില്ലാത്ത ശവം. ബുദ്ധിയില്ലാത്ത നിങ്ങളോടൊത്ത് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും അവൾക്ക് ബുദ്ധി നശിച്ചില്ല. അതാണ് എനിക്ക് അത്ഭുതം. ഞാൻ ഇനി ഇവിടെ നിന്നാൽ തന്നെത്താൻ മറന്ന് വല്ലതും ചെയ്തു പോകും. എടീ നെറുകെട്ടവളെ, ഇനി ഈ പഠിക്കകത്ത് ഞാൻ കാൽ വയ്ക്കൂല. നിന്നെ നശിപ്പിക്കുന്നവരാരെന്ന് നീ വഴിയെറിഞ്ഞോളൂ. കമലം, കമലം, അനിയത്തി കമലം, എന്താണ് അണ്ണ? നിനക്ക് വല്ലായ്മ തോന്നുന്നുണ്ടോ? നേര് തന്നെ പറയണ്ടേ? തീർച്ചയായും പറയണം. ഉണ്ട്, ഞാനൊരു സ്ത്രീയല്ലേ? അതെ, പക്ഷേ നിലനിൽക്കാവുന്നതേ നിലനിൽക്കാൻ പാടുള്ളൂ എന്ന് നിനക്കറിഞ്ഞുകൂടെ? എനിക്കത്ര വിവരമില്ല അണ്ണ. ആ വിവരം വേണ്ടേ മനുഷ്യർക്ക്? അതുണ്ടാകേണ്ട കാലത്തുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ദുഃഖിക്കേണ്ടി വരുമായിരുന്നു. തെറ്റ് തെറ്റാണെന്നറിഞ്ഞാൽ അത് പിന്നെയും തുടരണോ, അതോ തിരുത്തണോ? എനിക്കിപ്പോഴും ഒന്നും അറിഞ്ഞൂടാ, ഒന്നും ആലോചിക്കാൻ വയ്യ. കുറെ സമയം കാണും അങ്ങനെ. സാരമില്ല. രംഗം 4. പത്മനാഭപിള്ളയുടെ വീട്. പത്മനാഭപിള്ളയും മകൾ ഇന്ദിരയും ഭാര്യ പാർവതിയമ്മയും പ്രസാദൻ രംഗത്തുണ്ട്. ഇന്ദിര ഗോവിന്ദൻ നായരുടെ ഭാര്യയാണ്. നീ ഞങ്ങളെ കൊന്നോ? അവമാനം മാത്രം ഉണ്ടാക്കരുത്. നിങ്ങൾക്ക് അവമാനം ഉണ്ടാകുമെന്ന് വെച്ച് എനിക്ക് മരിക്കാനൊന്നും വയ്യ. മോളെ, നീ പോകാൻ തന്നെ ഉറച്ചെങ്കിൽ പിന്നെ ഇനി ഞങ്ങളെ കാണാമെന്ന് വിചാരിക്കുകയേ വേണ്ട. പോകേണ്ടത് എൻ്റെ കടമയാണ്. ഞാനത് ചെയ്യും, എന്തും സഹിച്ച്. എടി ഇന്ദിരേ, എന്റെ മുഖം നിറയെ കരിവാരി തേച്ചവനെ
ഇനിയും അതിന് അനുവദിക്കാനാണോടി ഒരുക്കം? ജനിച്ചപ്പോഴ തൊട്ടുള്ള ബന്ധമാണോ നിനക്ക് കാര്യം, അതോ ഇന്നലെ ഉണ്ടായ ചാർച്ചയോ? ആ ചാർച്ച ഉണ്ടാക്കി തരാൻ ഞാൻ ആവശ്യപ്പെട്ടോ ആരോടെങ്കിലും? ഉണ്ടാക്കി തന്നവർ തന്നെ ഇന്നത് വേണ്ടെന്ന് പറയുന്നതും അന്നനുസരിക്കാമെങ്കിൽ ഇന്നനുസരിച്ചൂടെ? അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അനുസരിക്കാത്തത്. ഇന്ന് വരെ സ്നേഹമായിട്ട് മാത്രം പെരുമാറിയിട്ടുള്ള ഭർത്താവിനോട് ഇന്ന് വിരോധം കാണിക്കണമെന്ന് പറഞ്ഞാൽ? കുടുംബസ്നേഹം വേണോടി മനുഷ്യനായാല്. നിനക്കപ്പോൾ ഒരുത്തന്റെ കൂടെ നിഷേധം വയ്യ, മറ്റെല്ലാവരോടുമാകാം അല്ലേ? ആ ഒരുത്തനാണ് എൻ്റെ എല്ലാം. എനിക്ക് ഇന്ന് വരെ ഒരൊറ്റ കാര്യത്തിലും പരാതിയില്ലാത്ത, എന്നെ എന്നും ഒരുപോലെ സ്നേഹമായിട്ട് കരുതുന്ന ആ മനുഷ്യനെ വെറുപ്പിക്കാൻ മറ്റാരെന്നെ വെറുത്താലും എനിക്ക് വയ്യ. നിന്നെ പെറ്റു വളർത്തി ഒരുത്തന്റെ കൈ പിടിച്ചേൽപ്പിച്ച ഞാൻ പറയുകയാണ്, നീ ഇനി പോയതാടൂടാ. അവൻ വിഷവിത്താണ്. ഞാൻ അമ്മയുടെ മകളല്ലെന്ന് വിചാരിച്ചോളണം. ഇങ്ങനെ ഒരുത്തി ഈ വീട്ടിലുണ്ടായിട്ടില്ലെന്ന് കരുതിക്കൊള്ളണം. എന്നാലും അമ്മേ, വിശ്വസിച്ചവനെ വഞ്ചിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. നീ അപ്പോ അയാൾ വിളിച്ചാൽ പോകും അല്ലേ? നിശ്ചയമായും പോകും. എനിക്ക് ജീവനുണ്ടെങ്കിൽ പോകും. എന്റെ ഈശ്വര, എന്തൊരു ഗതികേടാണ്. മോളെ ഇന്ദു, നീ പോയാൽ നാട്ടുകാർ നമ്മെ പറ്റി എന്ത് വിചാരിക്കും? തകർന്നില്ലേ പിന്നെ നമ്മുടെ കനം? ഇതിൽ പരം ഒരു തോൽവി വരാനുണ്ടോ? ജയിക്കാനും തോൽക്കാനും വേണ്ടിയല്ല അച്ഛാ ജീവിതം, അത് ജീവിക്കാനുള്ളതാണ്. നിന്റെ നാത്തൂന് ആങ്ങളെ പറയുന്നതാണ് കുറിയെങ്കിൽ നിനക്ക് പിന്നെ എന്തോ നടി കൊമ്പുണ്ടോ? വയസ്സുകാലത്ത് ഞങ്ങളെ ചവിട്ടിത്തിക്കുന്നത് നീ തന്നെ വേണം കുഞ്ഞേ, നീ തന്നെ. ഭർത്താവിനെ ദൈവത്തെ പോലെ കരുതണമെന്ന് കൊച്ചുനാളിലെ പറഞ്ഞു പഠിപ്പിച്ച അച്ഛനും അമ്മയും ഇന്നിത് പറയുന്നല്ലോ. കഷ്ടം. അതൊക്കെ അങ്ങനെയുള്ള ഭർത്താവിനെ അല്ലയോ, ഇതുപോലത്തെ കാർക്കുടകന്മാരെയാണോ? കാർക്കോടകനെന്നും അനന്തനുമെന്നും ഒക്കെ ഭാര്യമാർക്കല്ലേ തോന്നേണ്ടത്? 100 വഴക്ക് പറഞ്ഞിട്ട് എന്ത് കാര്യം? നീ എന്താ അവസാനമായി തീരുമാനിച്ചു? ഞങ്ങളെ കരുതി, കുടുംബത്തെ കരുതി, ഈശ്വരനെ വിചാരിച്ച് ഗുരുത്വം മറക്കാതെ പറഞ്ഞേ, മനസ്സൊന്ന് തണുക്കട്ടെ. ഏത് പാപവും ഏത് തെറ്റും സ്നേഹത്തിന് താഴെയാണച്ച. എനിക്കിതിൽ ആലോചിക്കാൻ ഒന്നുമില്ല. യാതൊരു അഴുക്കുമില്ലാത്തതാണ് ഞങ്ങളുടെ സ്നേഹം. എന്തെല്ലാം നശിച്ചാലും അതാണ് എനിക്ക് വലുത്. ഈ പാതിരാത്രി കള്ളനെ പോലെ പതുങ്ങി വരാൻ നാണമായില്ലല്ലോ. ഞാൻ കള്ളനെന്ന് പേര് പതിഞ്ഞവനല്ലേ? പെൺമോഷണക്കാരനാണെന്ന് പ്രസിദ്ധനല്ലേ ഇവിടെയൊക്കെ? മോഷ്ടിക്കാമെങ്കിൽ പേരിടുന്നതാണോ കുറ്റം? കുറ്റമെന്ന് ആര് പറഞ്ഞു? പിന്നെ ഇന്നലെ ഞാനിവിടെ ഇപ്പോൾ ആരും അറിയാതെ വന്നത് എന്നെ പേടിയാക്കാനായിരിക്കും, അല്ലെങ്കിൽ പേടിയുള്ളത് കൊണ്ടായിരിക്കും. രണ്ടാമത് പറഞ്ഞതാണ് കാരണം. ഇതാ എന്റെ ചങ്കിൽ കൈവച്ചു നോക്ക്. എന്റെ ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ ഇത്രയും ഭയപ്പെട്ടിട്ടില്ല. അയ്യോ, എന്തു പറ്റി ഈ പരിഭ്രമത്തിന്? എനിക്ക് നിന്നെ അടുക്കാൻ ധൈര്യമില്ല, കാണാൻ ധൈര്യമില്ല, നിന്നോട് സംസാരിക്കാൻ ധൈര്യമില്ല. കൊള്ളാം, ഇത് കേട്ടാൽ ആരുടെ ധൈര്യവും പമ്പ കിടക്കും. നീ എന്റെ സർവവുമാണ് ഇന്ദിര. ഇത് പറയാനാണോ ധൈര്യമില്ലാത്തത്? അല്ല, ഇനിയുള്ളത് പറയാൻ. പക്ഷേ ഞാനത് പറഞ്ഞേ തീരൂ. എന്റെ സർവവും ഞാൻ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്ത്? നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല ഇന്ദിരെ. ഇത് എന്ത് നേരം പോക്കാണ്? നേരം പോക്കോ? ഇതിൽ കൂടുതൽ സത്യമില്ല. ഇത്രയും കാലം നീ എന്നെ വെറുത്തിരുന്നെങ്കിൽ, ഞാൻ നിന്നെ സ്നേഹിക്കാതിരുന്നെങ്കിൽ,
ഞാൻ നിന്നെ കഷ്ടപ്പെടുത്തിയിരുന്നെങ്കിൽ. നിങ്ങൾക്ക് ഇന്ന് എന്തു പറ്റി? സുഖമില്ലേ? സുഖമില്ലെങ്കിൽ കുറച്ച് കിടക്കണം. സുഖമില്ലെന്ന് തീർച്ച. പക്ഷെ എന്റെ ഇന്നലെ ഞാൻ ഇന്ന് എത്ര എളുപ്പം, ഒരു വിഷമവുമില്ലാതെ, എത്ര ലഘുവായി നിന്നെ കണ്ട് യാത്ര പറയുമായിരുന്നു. ഞാൻ നിന്നെയും നീ എന്നെയും ഇത്രയ്ക്ക് സ്നേഹിക്കാതിരുന്നെങ്കിൽ. യാത്ര പറയുകയോ? എവിടേക്ക്? ഇതെന്ത് കഥ? എന്റെ പെങ്ങൾക്കിന്ന് ഭർത്താവില്ലെന്ന് നിനക്കറിയാമോ? അറിയാം. അതിന്റെ കാരണക്കാരൻ ഞാനാണോന്നും നിനക്കറിഞ്ഞുകൂടെ? അതെന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിൽ നീ അതറിയണം. ഞാൻ ആ ബന്ധം പൊട്ടിച്ചു. അതിൽ എനിക്ക് മനസ്താപമുണ്ടെന്ന് നീ ധരിക്കരുത്. ഒട്ടുമില്ല, തീരെയില്ല. പൊട്ടേണ്ടത് പൊട്ടിയേ തീരൂ. ആളുകൾക്ക് ശ്വാസം വിടണമെങ്കിൽ, അല്ലേ ഇന്നിരെ? ഇതെല്ലാം ഇപ്പോൾ പറയാൻ കാരണം? ഇനി ഒന്നുകൂടി പൊട്ടേണ്ടിയിരിക്കുന്നത് കൊണ്ട്. ഏത് ബന്ധം? എന്തോന്നെല്ലാമാണ് ഈ പറയുന്നത്? കുറച്ചുണ്ടായ വേറൊരു ബന്ധം, നമ്മുടേത്. ഭ്രാന്ത്! അല്ല ഇന്നിരെ, അല്ല. ഭ്രാന്ത് നാം ഇതുവരെ കാണിച്ചു. പൊരുത്തമില്ലാത്ത പലതും പൊരുത്തപ്പെടുത്താൻ നോക്കി. ഇനി തോൽക്കാനൊന്നുമില്ല. ഭ്രാന്താണ് ഇപ്പോൾ കാണിക്കുന്നത്, സംശയമില്ല. അല്ല ഇന്ദു, അല്ല. എന്റെ പെങ്ങൾക്ക് ഭർത്താവില്ലാതാക്കി വെച്ച് ഞാനൊരു ഭാര്യയുമായി കഴിയാനും ഒരിക്കലും പാടില്ല. കടുത്ത സ്വാർത്ഥമല്ലേ അത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ കേൾക്കുന്നു. ഇതിലധികം ലഘുവായിട്ട് പറയാനൊക്കുമോ? അല്ലെങ്കിൽ വേണ്ട. നമ്മുടെ വിവാഹ ജീവിതം ഇനി സുഖമായിരിക്കുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? എന്തുകൊണ്ടില്ല? സംശയിക്കാൻ എന്താണ് കാരണം? നിന്റെ വീട്ടുകാർ മുഴുവനും എന്നോട് പിണക്കമല്ലേ? ഇനി എന്നെങ്കിലും തീരുമോ ആ പിണക്കം? എന്റെ കൂടെ കഴിയാൻ മടിക്കാത്ത നിന്നെ അവർ വെറുതെ വിടുമോ? എല്ലാരും വെറുത്തിട്ട് നീ എന്റെ കൂടെ നിന്നാൽ നിനക്ക് പിന്നെ ഏത് മനസുഖമില്ലാത്ത നിന്നെ എന്നും കണ്ടോണ്ടിരുന്നാൽ ഞാനൊന്നും ദഹിക്കുകയില്ലേ? പോരെങ്കിലോ എന്റെ സഹോദരി ഭർത്താവില്ലാതിരിക്കുമ്പോൾ ഇല്ലാതാക്കിയ എനിക്ക് എന്തുമാത്രം സ്വസ്ഥത കാണും ഇന്നിരെ വിവാഹ ജീവിതത്തിൽ. അവൾ ക്രമേണ നിന്നെ തന്നെ വെറുക്കുകയില്ലേ? അപ്പോൾ സ്പഷ്ടമല്ലേ ഇന്നിരെ നാം പിരിയണമെന്ന്? പിരിയാൻ ന്യായമാണോ ആവശ്യം? അതോ മരവിച്ച ഹൃദയമോ? മരവിച്ച ഹൃദയമുണ്ടായിരുന്നെങ്കിൽ എന്തു സുഖമായിരുന്നു നമുക്ക് പിരിയാൻ. പക്ഷെ പിരിയാൻ ഒക്കുമോ? ഒത്താലെന്ത്? ഇത് രണ്ടുപേരുടെ മാത്രം കാര്യമല്ലേ? അല്ലേ ഇന്നലെ? അല്ല, ഇത് രണ്ട് കുടുംബങ്ങളുടെ കാര്യമാണ്. അല്ല, സത്യത്തിന്റെ കാര്യമാണ്. കള്ളത്തിന്റെ പുറത്ത് സത്യം കാണാതെ നിന്ന് നാം എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയത് നേരായാ മതിയോ? അടിത്തറ വെറും പൂച്ചല്ലേ? അതിനുറപ്പുണ്ടോ? അന്യോന്യം അറിഞ്ഞിട്ടുണ്ടോ നമ്മൾ? എന്തെന്ത് വ്യത്യാസങ്ങളാണ് നാം തമ്മിൽ? അതും വെച്ചുകൊണ്ട് പിരിയാതിരിക്കുന്നതിനർത്ഥം? നമ്മുടെ സ്നേഹം പോലൊരു സത്യമുണ്ടോ ഈ ലോകത്തിൽ? ഇല്ല ഇന്ദു, ഇല്ല. പക്ഷേ ആ സ്നേഹം എവിടെ നിന്നുണ്ടായി? മുഴുത്ത തെറ്റിൽ നിന്ന്. അല്ലെന്ന് പറയാൻ ധൈര്യമുണ്ടോ നിനക്ക്? ചന്തയിൽ കന്നുകാലികളെ മാറി വാങ്ങിക്കുന്നത് പോലെ മാറ്റിയെടുത്ത മനുഷ്യരല്ലേ നമ്മൾ? ആ പച്ചയായ കച്ചവടത്തിന്റെ പുറത്ത് കുറെ സ്നേഹം നാം പുരട്ടി പോലും അഴുക്കിന്റെ പുറത്ത് സെന്റ് തേക്കും പോലെ. അതറിഞ്ഞു കഴിഞ്ഞാലും കൊണ്ടു നടക്കാമോ?
പാടില്ല ഇന്ദു, ഒരിക്കലും പാടില്ല. നമുക്ക് എങ്ങനെ പിരിയാനൊക്കെ? പച്ച ഉയരുകൾ ഒന്നിച്ചായത് അറുത്തു മാറ്റാൻ കൈ അറയ്ക്കില്ലേ? ഈശ്വര, ഇതെന്ത് ദുരിതമാണ്! എനിക്ക് വയ്യ, ഞാൻ ഈ കുരുതിക്കില്ല. അയ്യോ, ഞാൻ തളർന്നു പോകുന്ന പോലെ. ആ തളർച്ച സാരമില്ല ഇന്ദു, നമുക്കിത് പൊട്ടിക്കാം. ആദ്യം കമ്പോളത്തിന് പുറത്തിറങ്ങിയിട്ട് നമുക്കൊന്നാകാം. അല്പം കാത്തിരിക്കാം. മനസ്സിനിണങ്ങിയ മുഹൂർത്തം വരും. അതുവരെ എല്ലാം മറന്നിട്ടിരിക്കാം. എന്റെ ഓമനയല്ലേ. എന്തിനും ഏതിനും എനിക്ക് നോക്കാൻ ഒരേ ഒരു ഇഷ്ടമേ ഉള്ളൂ, ഒരാളിൻ്റെ ഇഷ്ടം മാത്രം. അടുത്ത ഒരു ചെറിയ രംഗത്തോടുകൂടി കൂനാങ്കുരുക്ക് എന്ന നാടകം ഇവിടെ സമാപിക്കുകയാണ്. രംഗം 6. ഒന്നാം രംഗത്തിൽ നമ്മൾ കണ്ട ഭവാനി, തങ്കമ്മ, കാർത്തി എന്നിവർ നാണിയമ്മയുടെ വീടിന്റെ മുൻവശത്ത് പ്രത്യക്ഷപ്പെട്ട് അവരുടേതായ സംഭാഷണം ആരംഭിക്കുകയാണ്. തങ്കമ്മ, ഭവാനി, ഒപ്പം കാർത്തി. ഞാൻ അന്നേ പറഞ്ഞില്ലേടി ഭവാനി, ഏച്ചു കെട്ടിയ മുഴച്ചിരിക്കുമെന്ന്. ഇപ്പം അങ്ങനെ തന്നെ വന്ന് ഭാവിക്കാതെ എങ്ങനെ? അത്ര വിളഞ്ഞ പുള്ളിയല്ലയോ നാണിപ്പെമ്പറന്നവര്. എന്തൊരു ഡമ്പായിരുന്നു. ഇപ്പൊ താണ്ടെ കൂടെ കൊഴിഞ്ഞ് കോഴിയെ പോലെ ആയില്ലയോ കക്ഷി. നാക്കെടുത്ത പഠിത്തക്കാരൻ മോന്റെയും ശിവോതി മോടെയും കാര്യം കൊട്ടിക്കൊഴിപ്പല്ലായിരുന്നോ ജോലി? നെകളിപ്പ് കുറെ കൂടിപ്പോയി. അതിന് തക്ക അനുഭവവും കിട്ടി. എന്നാലും വലിയ കഷ്ടായിപ്പോയി എന്റെ ദൈവങ്ങളെ. 2 കൂട്ടർക്കും പുറത്തിട്ട് കൊതി തീർന്നിട്ടുണ്ടാവോ? അപ്പോഴല്ലയോ വെട്ടി പൊളന്ന് തുണ്ടാക്കണ്ടത്. ഒടേ തമ്പുരാന്റെ കൽപ്പനയായിരിക്കും. നാണിയമ്മ പ്രവേശിക്കുന്നു. അല്ല, എന്താ നാണിയൊക്കെ ഒരു വല്ലായ്മ പോലെ? മുഖത്തൊരു കൂരാപ്പ്. ഉള്ളിൽ ഒതുക്കാവുന്ന സംഗതി മറ്റോ ആണോ? എന്തെല്ലാം കോട്ട കെട്ടിയതാ. പോവാൻ പറ. അതിനിപ്പം ഇവിടെ എന്ത് സംഭവിച്ചു? നാണിയൊക്കെ എൻ്റെ മോന് ഇന്ന് വിചാരിച്ച മണി പോലത്തെ പെൺപിള്ളേരെ കിട്ടും. കൈ ഒന്ന് ഞൊടിച്ചാ മതി. മോക്കോ അവളങ്ങ് നരച്ചും കൊരച്ചും ഒന്നും ഇല്ലല്ലോ. അവക്കും കിട്ടുപടി നല്ല പൊരാന്നുള്ള പയ്യന്മാര്. നാണിയക്കന്റെ കൂടെ കളിച്ചാ എങ്ങനെ ഇരിക്കുമെന്ന സ്വർഗത്തിലെ കട്ടുറുമ്പുകൾ അറിഞ്ഞല്ലോ. അതിലപ്പുറം എന്തു വേണം? ഉള്ളക്കാനം കളഞ്ഞു കുളിച്ചില്ലല്ലോ നമ്മളൊക്കെ. നിർത്തിനടി നാറികളെ, നശിച്ച വർത്തമാനം. ആര് പറഞ്ഞു നിന്നെയൊക്കെ 4 വഴിക്കൊന്നും ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ? അയ്യോ, ഞങ്ങൾ അക്കന്റെ വിഷമം അന്വേഷിച്ച് വന്നല്ലോ. മനുഷ്യരായാൽ ഒരു നായും ഇനി ഇതിനകത്ത് കിടക്കണ്ട. അറിഞ്ഞതും അന്വേഷിച്ചു നോക്കാൻ മതി. ഞങ്ങള് പറഞ്ഞതുപോലെ നടന്നതുകൊണ്ട് എല്ലാം ഒരൊഴുക്കിനങ്ങ് പോയി. ശവങ്ങളെ ഇറങ്ങി എന്റെ വീട്ടിൽ നിന്ന്. ഒഴുക്കിന് പോയി കുരുങ്ങി അടിച്ച് തല തെറിച്ചു. അതിന് ഞങ്ങളെല്ലാം പിഴച്ചു. കെട്ടിക്കുരുക്കി കുശാമാലിയാക്കിയ കാലത്ത് ഞങ്ങളോട് ഒരു വാക്കെങ്കിലും മിണ്ടിയോ? എന്നിട്ടിപ്പോ അളിക്കാനും മൂടാനും വയ്യാതെ വന്നപ്പം ഇനി ഒരക്ഷരം മിണ്ടിപ്പോയാ ഇറങ്ങുന്നോ അതോ ഞാൻ ഇറക്കണോ ചൂലെടുത്ത്? അയ്യോ പാടേ, ഞങ്ങളങ്ങ് ഇറങ്ങിയേക്കാം. ഇവിടെ കയറി മോനെയും മോളെയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാനല്ല ഞങ്ങൾ വന്നത്. പാടി ഭവാനി,
ഈ അല്പജാതിയുടെ മുമ്പേ എത്ര മുമ്പേ വേണോ അത്ര കരണം ചോദിക്കും. കാർത്തി നട മുമ്പേ. ഞാൻ 7 പണ്ടേ ഇറങ്ങി. വഴിമര്യാദയ്ക്ക് പുറത്തിരുന്ന 2 പെണ്ണുങ്ങളെയും അവരുടെ ചെറുക്കന്മാരെയും വഴിയാധാരമാക്കി വെച്ച് കരി തുള്ളുന്നവരെ ആര് വകവയ്ക്കാൻ പോണു?